സമാധാനം പ്രസംഗിക്കുന്നെങ്കിലും ഏത് സമയവും ഭീകരരിലൂടെ ഇന്ത്യയെ ആക്രമിക്കാൻ പാകിസ്ഥാൻ തയ്യാറെടുക്കുകയാണെന്ന് ഇന്റലിജൻസ് റിപ്പോർട്ട്. വൻ ഭീകരാക്രമണത്തിന് പദ്ധതികളൊരുങ്ങുന്നെന്ന ഇന്റലിജൻസ് മുന്നറിയിപ്പിനെ തുടർന്ന് വ്യോമമേഖലയിൽ ജാഗ്രതാ നിർദ്ദേശം നൽകി. വിമാനത്താവളങ്ങളും വിമാന കമ്പനികളും സുരക്ഷ വർദ്ധിപ്പിക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ബ്യൂറോ ഓഫ് സിവിൽ ഏവിയേഷൻ സെക്യൂരിറ്റിയുടേതാണ് മുന്നറിയിപ്പ്. എയർപോർട്ട് കെട്ടിടങ്ങൾ, വ്യോമതാവളങ്ങൾ തുടങ്ങിയവയ്ക്ക് 20 സുരക്ഷാ മാർഗരേഖ നിർദ്ദേശിച്ചിട്ടുണ്ട്. യാത്രക്കാരുടെ പരിശോധന കർശനമാക്കുക, ടെർമിനലുകൾക്ക് മുന്നിൽ പാർക്കിംഗ് നിരോധിക്കുക, മുംബൈ എന്നിവയാണ് പ്രധാന നിർദ്ദേശങ്ങൾ. ഇതിനിടെ മുംബൈ രാജ്യാന്തര വിമാനത്താവളത്തിൽ ബോംബ് ഭീഷണിയുണ്ടെന്ന റിപ്പോർട്ടിനെ തുടർന്ന് ടെർമിനൽ 2-ൽ ബോംബ് സ്ക്വാഡ് തിരച്ചിൽ നടത്തിയിരുന്നു. രാജ്യത്തെ റെയിൽവേ സ്റ്റേഷനുകൾക്കും ഇന്റലിജൻസ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. റെയിൽവേ സ്റ്റേഷനുകളിൽ ഭീകരാക്രമണത്തിന് സാധ്യതയെന്നാണ് ഇന്റലിജൻസിന്റെ റിപ്പോർട്ട്. ഭീകര സംഘടനയായ ലഷ്കർ-ഇ-തൈബ, ജെയ്ഷെ മുഹമ്മദ് തുടങ്ങിയ സംഘടനകൾ ആക്രമണത്തിന് പദ്ധതിയിടുന്നുണ്ടെന്നാണ് ഇന്റലിജൻസിന് ലഭിച്ചിരിക്കുന്ന വിവരം. രാജ്യത്തെ വൻ നഗരങ്ങളിലും അതിർത്തി പ്രദേശങ്ങളിലുമാണ് ആക്രമണത്തിന് സാധ്യതയെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. പുൽവാമ ഭീകരാക്രമണത്തിന് ശേഷം ഇന്ത്യ പാക് അതിർത്തിയിൽ സംഘർഷാവസ്ഥ നിലനിൽക്കുന്നതിന്റെ പശ്ചാത്തലത്തിൽ അതീവ ജാഗ്രതയിലാണ് രാജ്യം. പാകിസ്ഥാന്റെ ഭീകര സംഘടനയായ ജെയ്ഷെ മുഹമ്മദാണ് ഭീകരാക്രമണത്തിന് പദ്ധതിയിടുന്നത്. രാജ്യത്ത് ഭീകരാക്രമണ സാധ്യത മുൻനിർത്തി മഹാരാഷ്ട്ര, ഗുജറാത്ത്, മധ്യപ്രദേശ് എന്നിവിടങ്ങളിലെ എല്ലാ സ്റ്റേഷനുകളിലും വെസ്റ്റേൺ റെയിൽവേ സുരക്ഷ ശക്തമാക്കിയിട്ടുണ്ട്. പുൽവാമയിൽ പാക് ഭീകരർ നടത്തിയ ആക്രമണത്തിന് ഇന്ത്യ തിരിച്ചടി നൽകിയതിന്റെ പ്രതികാരമായാണ് ഇന്ത്യയിലാകെ ഭീകരാക്രമണങ്ങൾക്ക് പാകിസ്ഥാൻ പദ്ധതിയിടുന്നത്. ഇതിനിടെ പാകിസ്ഥാന്റെ ഭീകര സംഘടനയായ ജെയ്ഷെയുടെ പരിശീലന കേന്ദ്രത്തിൽ ഇന്ത്യ ബോംബിട്ടെന്ന് മസൂദ് അസറിന്റെ സഹോദരൻ മൗലാന അമീർ സ്ഥിരീകരിച്ചിരുന്നു. ഇയാളുടെ ശബ്ദരേഖയാണ് പുറത്തുവന്നത്. പുൽവാമ ആക്രമണത്തിന് തിരിച്ചടിയായി ഇന്ത്യ നടത്തിയ മിന്നലാക്രമണത്തിൽ 300ഓളം ജെയ്ഷെ ഭീകരരെ വധിച്ചുവെന്നാണ് സൈന്യം വ്യക്തമാക്കിയത്. ഇതു സംബന്ധിച്ച തെളിവുകളും ഉടനെ പുറത്തുവരും. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.